ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ബീട്രൂട്ട് കൊണ്ട് തോരൻ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ അതായിരുന്നു ചാനലിൽ. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇട്ടിരുന്ന വീഡിയോ ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് വേറൊരു റെസിപ്പി ഉണ്ടാക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. നമ്മുടെ ഇവിടെയൊക്കെ മെഴുക്ക് പുരട്ടി എന്ന് പറയും, ചിലയിടങ്ങളിൽ ഉപ്പേരി എന്നൊക്കെ പറയും. ഇന്ന് നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 2 സവാള, കുറച്ച് പച്ചമുളക് ഒരു ഇത്തിരി കൂടുതൽ, ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പൊതുവെ ബീട്രൂട്ടിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അത് ബാലൻസ് ചെയ്യാനാണ് ഇത്രയും പച്ചമുളക് എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് ചട്ടിയോടുകൂടി തന്നെ അടുപ്പിലോട്ട് വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അടിച്ച് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വേവായിട്ടുണ്ട്. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ട് പച്ചമുളകും ബീട്രൂട്ടും സവാളയെല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. വേണമെങ്കിൽ ഒത്തിരി കറിവേപ്പിലയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.